Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറവിൽ വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച ശവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ നാടൊരുങ്ങിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഹന പരിശോധന കല്യാശ്ശേരി മണ്ഡലത്തിലും ശക്തമാക്കി. 50,000-ത്തിലധികം തുക യാത്രയിൽ കൈവശം വയ്ക്കാൻ മതിയായ രേഖയുണ്ടാകണം. വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളും മദ്യവും മയക്കുമരുന്നുമെല്ലാം പരിശോധനയിൽ പിടിച്ചെടുക്കും. പതിച്ചു നൽകി ഇല്ലാതാകുന്ന ചീമേനി എസ്റ്റേറ്റ്. 4714 ഏക്കറുണ്ടായിരുന്ന ഈ സർക്കാർ ഭൂമി ഇപ്പോൾ 1500 ഏക്കറിലെത്തി നിൽക്കുന്നു. ജനോപകാരപ്രദമായ ഒരു പദ്ധതികളും ഈ ഭൂമിയിൽ ആരംഭിച്ചിട്ടുമില്ല. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ചിറയ്ക്ക് സുരക്ഷാവേലി ഒരുക്കി അധികൃതർ. ക്ഷേത്രച്ചിറയുടെ ചില ഭാഗങ്ങൾ വാഹനമിടിച്ച് തകർന്നിരുന്നു. ഈ പ്രദേശത്താണ് സുരക്ഷാവേലി ഒരുക്കുന്നത്. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറവിൽ വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച ശവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ നാടൊരുങ്ങിയത്. പയ്യന്നൂർ ടൗൺ പള്ളി ഇമാം സുബൈർ ദാരിമി അൽ ഖാസിമി പടന്ന പെരുന്നാൾ സന്ദേശം നൽകി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാൻ 29 ദിവസം പൂർത്തിയാക്കിയാണ് കേരളത്തിൽ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. വ്യാഴാഴ്ച ശവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ നാടൊരുങ്ങിയത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. ഒരു മാസക്കാലത്തെ ആത്മീയ വ്രതശുദ്ധിയോടെ എത്തിച്ചേർന്ന ചെറിയ പെരുന്നാൾ സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ലോകത്തിനാകെ കൈമാറി. വിശപ്പറിയുന്നവന്റെ നോവും വാക്കിനും പ്രവൃത്തിക്കും നൽകിയ ജാഗ്രതയും കൂടിച്ചേർന്ന മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്തതിന്റെ ആത്മീയ സംഗമമാണ് ഈദുൽ ഫിത്തർ. ഏവർക്കും ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സ്വാലിഹൽ അമാൽ. ഒരു മാസക്കാലത്തെ റമളാൻ നോമ്പിന് ശേഷം വിശ്വാസികളെല്ലാം ഇന്ന് പെരുന്നാളിന് വേണ്ടി ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിലും ലോകത്ത് പല ഭാഗങ്ങളിലുമായിട്ട് യുദ്ധഭീതിയും കൂടി ഒരു ഭാഗത്ത് പ്രയാസപ്പെടുത്തുകയാണ്. അവരെ ഓർത്തുകൊണ്ടാണ് ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. യുദ്ധമുറിവുകൾ വലുതാണ്. അതുകൊണ്ട് ഭീതിപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഒരു സമൂഹമുണ്ട് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് അവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ചെറിയ കുഞ്ഞുമക്കളൊക്കെ കൊല്ലപ്പെടുന്ന, പ്രയാസപ്പെട്ടു പോകുന്ന സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ മനമുരുകി ദുആ ചെയ്യുന്ന രീതിയിലാവണം ഈദ് ആഘോഷിക്കേണ്ടത്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന രീതിയിലാവട്ടെ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം. അതോടൊപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ ആഘോഷങ്ങളാവണം. നമ്മുടെ ആഘോഷഭാഗമാണ് കുടുംബത്തിലെ
നമ്മൾ ഇതുവരെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കുക, പരിചയങ്ങൾ പുതുക്കുക, എല്ലാവരുമായി ഇടപെടുക, ആശംസകൾ കൈമാറുക, ഇതൊക്കെ പെരുന്നാളിൻ്റെ ഭാഗമാണ്. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്താകെ യുദ്ധത്തിന്റെ കെടുതികളെ അതിജീവിക്കുന്നവരുടെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഇത്തവണത്തെ ഓരോ ഈദുഗാഹുകളും ഉണർന്നത്. സമാധാനത്തിന്റെ പുതുപുലരിയിലേക്ക് ലോകം ഉണരണമെന്ന ഓർമ്മപ്പെടുത്തലുകൂടിയായിരുന്നു ഈ പെരുന്നാൾ. പയ്യന്നൂർ ടൗൺ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂർ ടൗൺ പള്ളി ഇമാം സുബൈർ ദാരിമി അൽ ഖാസിമി പടന്ന പെരുന്നാൾ സന്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുന്നാൾ വരവറിയിക്കുന്നത് തന്നെ വീടകങ്ങളിൽ നിന്നുയരുന്ന മൈലാഞ്ചിയുടെ സുഗന്ധവുമായാണ്. മൈലാഞ്ചി മൊഞ്ചുള്ള രാവ് എന്ന പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന വിധം കുട്ടികളും മുതിർന്നവരും മൈലാഞ്ചി അണിഞ്ഞ് ചെറിയ പെരുന്നാളിനെ വരവേറ്റു. പെരുന്നാൾ വരവറിയിക്കുന്നത് തന്നെ വീടകങ്ങളിൽ നിന്നുയരുന്ന മൈലാഞ്ചിയുടെ സുഗന്ധമാണ്. മൈലാഞ്ചി മൊഞ്ചുള്ള രാവ് എന്ന പാട്ടിനെ ഓർമ്മിപ്പിക്കും വിധം കുട്ടികളും മുതിർന്നവരും ഇന്നത്തെ ദിവസത്തെ വർണ്ണാഭമാക്കും. കൈവെള്ളകളിൽ വിരിയുന്ന മൈലാഞ്ചി വിസ്മയങ്ങൾ ഇന്ന് ഡിസൈൻ കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇലയുരച്ച് തേച്ചിരുന്ന പഴയ കാലം മാറി കോണുകളുടെ സഹായത്തോടെ ഓരോ കൈകളിലും വിരലുകളിലും കലയുടെ വിസ്മയങ്ങൾ വിരിയുകയാണ്. എന്റെ മൈലാഞ്ചിക്കാണോ നിന്റേതിനാണോ കൂടുതൽ ചോപ്പ് എന്ന കുഞ്ഞുങ്ങളുടെ മത്സരമാണ് ഈ പെരുന്നാൾ കാലത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. തൊപ്പിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാരും വീടുകളിൽ മധുരപലഹാരങ്ങൾ ഒരുക്കുന്ന സ്ത്രീകളും ഒരുപോലെ സന്തോഷത്തിലാണ്. നോമ്പ് നോറ്റതിന്റെ ആത്മസംതൃപ്തിയോടെ സക്കാത്തിന്റെ പുണ്യം കൈമാറി ഒത്തുകൂടലിന്റെ പുതിയൊരു ദിനം കൂടി ഇവിടെ വന്നെത്തിയിരിക്കുന്നു. നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഈ വലിയ ആഘോഷം പകരുന്ന സന്ദേശവും അതുതന്നെയാണ്. ലോകത്തിന്റെ ഏതു കോണിലായാലും മലയാളിയുടെ പെരുന്നാൾ എപ്പോഴും ആ സ്നേഹത്തിന്റെ മണമുള്ള ഓർമ്മയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഹന പരിശോധന കല്യാശ്ശേരി മണ്ഡലത്തിലും ശക്തമാക്കി. 50,000-ലധികം തുക യാത്രയിൽ കൈവശം വയ്ക്കാൻ മതിയായ രേഖയുണ്ടാകണം. വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളും മദ്യവും മയക്കുമരുന്നും എല്ലാം പരിശോധനയിൽ പിടിച്ചെടുക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് വിവിധ മണ്ഡലങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. 50,000-ലധികം തുക യാത്രയിൽ കൈവശം വയ്ക്കാൻ മതിയായ രേഖയുണ്ടാവണം. അല്ലാത്ത പക്ഷം പണം ബന്ധപ്പെട്ട അധികാരികൾ പിടിച്ചെടുക്കും. പിന്നീട് മതിയായ തെളിവ് ഹാജരാക്കിയാൽ മാത്രമാണ് ഇവ തിരികെ ലഭിക്കുക. അതോടൊപ്പം തിരഞ്ഞെടുപ്പിന് ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, മറ്റ് സാധനങ്ങൾ തുടങ്ങിയവയും പരിശോധനയിലൂടെ പിടിച്ചെടുക്കും. സാധാരണ 50,000 രൂപയുള്ള ക്യാഷുകൾ സാധാരണ ഒഴിവാക്കപ്പെടുന്നുണ്ട്. 50,000-ന് മേലെ ഉണ്ടെങ്കിൽ അതിന് പ്രൂഫ് കാണിക്കണം, കൃത്യമായ തെളിവ് കാണിക്കണം. അതുമാതിരി സാധനങ്ങൾ ബൾക്കായിട്ട് സാധനം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ ബില്ല്, എന്തിനു കൊണ്ടുപോകുന്നു, എവിടെ കൊണ്ടുപോകുന്നുള്ള അതൊക്കെ കാണിക്കും. ജനങ്ങളെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെ സാധനം ഉണ്ടെങ്കിൽ അത് നമ്മൾ പിടിച്ചെടുക്കുന്നതിൻ്റെ വരും. അവർക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കുകയാണെങ്കിൽ അത് പിന്നെ റിലീസ് ചെയ്ത് കൊടുക്കും. ഇത്രയാണ്. 10 ലക്ഷത്തിന് മേലെയുള്ളതെങ്കിൽ ഇൻകം ടാക്സിനെ അറിയിക്കണം. മയക്കുമരുന്ന്, അതുമാതിരി മദ്യം, കൈവശം വെക്കാവുന്ന 13 ലിറ്ററിന് മേലെയുള്ള മദ്യം, ഇതൊക്കെ പിടിച്ചെടുക്കണം എന്നാണ് നിയമം. അതാണ് നമ്മൾ ഇപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും. വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ്, സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തുന്നത്. പരിശോധന തിരഞ്ഞെടുപ്പ് ദിവസം വരെ തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വീണ്ടും വീണ്ടും പതിച്ചു നൽകി ഇല്ലാതാകുന്ന ചീമേനി എസ്റ്റേറ്റ്. 4,714 ഏക്കറുണ്ടായിരുന്ന ഈ സർക്കാർ ഭൂമി ഇപ്പോൾ 1,500 ഏക്കറിലെത്തി നിൽക്കുന്നു. ജനോപകാരപ്രദമായ ഒരു പദ്ധതികളും ഇതിലൊന്നും പെടുന്നില്ല എന്നതാണ് ഏറെ ഖേദകരം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള ഏറ്റവും വലിയ എസ്റ്റേറ്റാണ് ചീമേനി എസ്റ്റേറ്റ്. 1977-ൽ 99 വർഷത്തേക്ക്
4714 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പിൽ നിന്ന് ലീസിനെടുത്തതാണ് ഈ സ്ഥലം. കൃഷിയിൽ വെന്നിക്കൊടി പാറിക്കുവാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ലീസിനു കിട്ടിയ ഭൂമിയെല്ലാം മറ്റ് പദ്ധതികൾക്കായി വിട്ടുനൽകുകയായിരുന്നു. തുറന്ന ജയിൽ സ്ഥാപിക്കാൻ നൽകിയത് 308 ഏക്കർ. പഞ്ചായത്ത് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ആയുർവേദ ആശുപത്രി എന്നിവയ്ക്കായി 5 ഏക്കർ നൽകി. പിന്നീട് വന്നത് പ്രഖ്യാപനങ്ങളും ഏറ്റെടുക്കലും മാത്രം. ചീമേനിയിൽ 200 ഏക്കർ സൗരോർജ്ജ പദ്ധതിക്കായി ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും വന്നു. മാലിന്യ പ്ലാന്റിനും കിട്ടി 100 ഏക്കർ. 100 ഏക്കർ പതിച്ചുകൊടുത്ത IT പാർക്കും പോയി. വ്യവസായ പാർക്ക് വ്യാമോഹമായി കിടക്കുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കേന്ദ്ര സർവകലാശാല എന്നിവയൊക്കെ ആദ്യം പ്രഖ്യാപിച്ചത് ചീമേനിയിലാണ്. മറ്റുള്ളവരുടെ മിടുക്കുകൊണ്ട് അതും പോയി കിട്ടി. ഉപകാരമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ അപമാനിക്കാൻ ഇവിടെ കുറച്ചേക്കർ സ്ഥലം കൂടി ബാക്കിയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ചിറയ്ക്ക് സുരക്ഷാവേലി ഒരുക്കി അധികൃതർ. നേരത്തെ ക്ഷേത്രച്ചിറയുടെ ചില ഭാഗങ്ങൾ വാഹനമിടിച്ച് തകർന്നിരുന്നു. ഈ പ്രദേശത്താണ് സുരക്ഷാവേലി ഒരുക്കുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ പ്രദേശത്തെ ഏറ്റവും വലിയ ജലസംഭരണിയാണ്. നേരത്തെ ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണം നടത്തിയിരുന്നു. എന്നാൽ റോഡരികിന് സമീപത്തായി നിലനിൽക്കുന്ന ക്ഷേത്രച്ചിറയുടെ ഭാഗങ്ങൾ വാഹനമിടിച്ച് തകരുന്നത് പതിവായിരുന്നു. അടുത്തിടെ ഇവിടെ ഒരു കാറും അപകടത്തിൽപ്പെട്ടിരുന്നു. ജനങ്ങളുടെ നിരന്തരമുള്ള ആവശ്യപ്രകാരമാണ് ക്ഷേത്രച്ചിറയ്ക്ക് സുരക്ഷാവേലി നിർമ്മിക്കുന്നത്. ഇതിനൊപ്പം നിലവിലുള്ള സുരക്ഷാഭിത്തി കൂടുതൽ ഉയർത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. സുരക്ഷാവേലിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ശൈലിയിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുകയാണ് കാര സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞി. മുദ്രാവാക്യം വിളികളോ വലിയ വാഹന പ്രചരണങ്ങളോ അല്ല, മറിച്ച് താൻ ചൂടുന്ന കുടയിലൂടെയാണ് ഈ അടിയുറച്ച ഇടതുപക്ഷ പ്രവർത്തകൻ രാഷ്ട്രീയം പറയുന്നത്. പയ്യന്നൂർ കാര സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞി തന്റെ പൊതുപ്രവർത്തന മേഖലയിൽ എപ്പോഴും കൂടെ കരുതുന്ന ഒരു കാര്യമുണ്ട്, കുട. ആ കുടയിലാണ് അദ്ദേഹം തന്റെ നിശബ്ദ പ്രചരണം നടപ്പിലാക്കുന്നത്. രണ്ടായിരത്തി 2016 തുടങ്ങിയത് ഈ കുട പിടിച്ചിട്ട് ഇതിൻ്റെ പ്രചരണം. 2016 പിന്നെ LDF വരും, എല്ലാം ശരിയാവും. ആ മുദ്രാവാക്യം കുടയിൽ ഉയർത്തിപ്പിടിച്ചു അത് പ്രചരണം, പിന്നെ പാർട്ടി ചിഹ്നം വെച്ചിട്ട് പ്രചരണം നടത്തി. പിന്നെ 2021 ഉറപ്പാണ് LDF, അന്നും ഇതുമാതിരി പിന്നെ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പിന്നെ കോയിനം മാഷ വികസന മുന്നേറ്റ ജാഥയിൽ അതിൻ്റെ സമാപന പരിപാടിയിൽ അതിൽ പിന്നെ ഇതിന് പിന്നെ മുദ്രാവാക്യം മാറി എന്ന് പറഞ്ഞാൽ LDF മിഷൻ 110 സീറ്റ് LDF തുടരും, വർഗീയത തകരും, കേരളം വളരും. അത് LDF തുടരും, കേരളം വളരും, LDF തുടരും, വർഗീയത തകരും. അങ്ങനെ ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു. അതുപോലെ വർഗീയതക്കെതിരായ പോരാട്ടം, വർഗീയതക്കെതിരായി സാമൂഹ്യ വികസന മുന്നേറ്റത്തിന് തുടർ ഭരണം അനിവാര്യം, അങ്ങനെ ഒരു കൂട അത് കാര്യങ്ങൾ. ഇതിന് പിന്നെ LDFൻ്റെ ഈ 10 കൊല്ലം ഉണ്ടായ നേട്ടങ്ങൾ, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, 16 മുതൽ 26 വരെ ഈ 10 വർഷം. അതിന് മുമ്പേ 11-16 കാലത്തിൻ്റെ അനുഭവമുണ്ട്. ഉന്തറ കലാപം, 1-ാം മാറാട് കലാപം, 2-ാം മാറാട് കലാപം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. ഒരു വർഗീയ കലാപം, ഒരു ചെറിയൊരു പിന്നെ പ്രശ്നം ഇല്ലാത്തൊരു ഈ 10 കൊല്ലക്കാലം അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇപ്പോൾ സംഘടനാ രംഗത്തൊന്നുമില്ല, എന്നാൽ പാർട്ടീൻ്റെ പാർട്ടി വെല്ലുവിളി നേരിടുന്ന എല്ലാ ഘട്ടത്തിലും പാർട്ടിക്കൊപ്പം നിൽക്കുന്നൊരു വ്യക്തിത്വം എൻ്റെ. അതുപോലെ ഇപ്പോൾ പാർട്ടിയുടെ ഓരോരോ പ്രവർത്തനങ്ങൾ 2016 മുതൽ 26 വരെയുള്ള ഓരോരോ പ്രവർത്തനങ്ങളും അവരുടെ ഭരണ നേട്ടങ്ങളുമാണ് ഇപ്പോൾ ഈ കൊടയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതി എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ വന്നത്? LDFൻ്റെ അനുകൂലമായ ജനങ്ങളാണ്. അപ്പോൾ ആ ഇത് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ഒരു അനുകൂലമാലും ഒരാൾ, ഞാൻ വലിയ ആളല്ല, പിണറായി പറഞ്ഞ
പിണറായി എന്താണെന്ന് കൃത്യമായി അറിയാം. പയ്യന്നൂർ പാർട്ടി എന്താണെന്ന് അറിയാം. പയ്യന്നൂർ പാർട്ടിയായിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ഒരു പാർട്ടിയാണ്. അതെല്ലാം അതിജീവിക്കാൻ ഈ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിയും എന്നുള്ളതല്ല എൻ്റെ ഒരു നിഗമനം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഈ ചൂടുള്ള ചർച്ചകൾക്കിടയിലും വ്യത്യസ്തനാവുകയാണ് മുഹമ്മദ് കുഞ്ഞി. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃക്കരിപ്പൂരിൽ ആവേശകരമായ തുടക്കം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സ്ഥാനാർത്ഥിക്ക് 100 കണക്കിന് UDF പ്രവർത്തകർ ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സ്ഥാനാർത്ഥിയെ എടുത്തുയർത്തിയും കൈപിടിച്ചു 100 കണക്കിന് UDF പ്രവർത്തകർ ചേർന്നാണ് വരവേറ്റത്. തുടർന്ന് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളോടെ ബാൻഡുമേളങ്ങളുടെ അകമ്പടിയിൽ തുറന്ന വാഹനത്തിൽ ടൗണിൽ റോഡ് ഷോ നടത്തി. തങ്കയം മുക്കുചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമേന്തി പ്രവർത്തകരും നേതാക്കളും അണിനിരന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ UDF ചെയർമാൻ AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, KPCC അംഗങ്ങളായ KV ഗംഗാധരൻ, കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. DCC ഭാരവാഹികളായ KP പ്രകാശൻ, KB സുധാകരൻ, മാമുനി വിജയൻ, KV വിജയൻ, മടിയൻ ഉണ്ണികൃഷ്ണൻ, MTP കരീം തുടങ്ങി നിരവധി UDF നേതാക്കൾ റോഡ് ഷോക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്ധമായ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ നാളുകളല്ല, മറിച്ച് സ്നേഹത്തിന്റെ സമന്വയത്തിന്റെ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് തൃക്കരിപ്പൂരിന് ഇനി മുതൽ വേണ്ടത്. അതുകൊണ്ട് തൃക്കരിപ്പൂരിലെ സകലമാന ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇരിക്കൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമം സന്ദർശിച്ചു. ആശ്രമത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം ഗാന്ധിമാവിൻ ചുവട്ടിലും ആനന്ദതീർത്ഥരുടെ സമാധി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. ഇരിക്കൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പയ്യന്നൂർ ആനന്ദ തീർത്ഥ ആശ്രമം സന്ദർശിച്ചു. ആശ്രമത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം ഗാന്ധിമാവിൻ ചുവട്ടിലും ആനന്ദ തീർത്ഥരുടെ സമാധി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. ആനന്ദാശ്രമത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കൈമാറി. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 2ാം വട്ടവും ഞാൻ ജനവിധി തേടുകയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയായി 2ാം വട്ടവും കടന്നു വരുമ്പോൾ എനിക്ക് നാളെ നാളെ നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിനു മുന്നോടിയായി ഞാൻ പഠിച്ചു വളർന്ന പയ്യന്നൂരിൻ്റെ ഈ മണ്ണിലേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഞാനിവിടെ വന്നിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ അവസാന ശിഷ്യനായ സ്വാമി ആനന്ദതീർത്ഥരുടെ ആശ്രമത്തിൽ പഠിക്കാൻ ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. 1984 മുതൽ 87 വരെ 3 വർഷക്കാലം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഞാൻ ഇവിടെ താമസിച്ചാണ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചത്. അന്ന് സ്വാമിജിയുടെ അനുഗ്രഹാശിസുകൾ, സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവളർന്നാൻ എനിക്ക് അവസരം ലഭിച്ചതാണ് ജീവിതത്തിലെ ഒരു മഹാ സൗഭാഗ്യമായി ഞാൻ കാണുന്നത്. ഒരു പൊതുപ്രവർത്തകനായി എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു സ്ഥാപനമാണ്, ഒരു വിദ്യാലയമാണ്, ഒരു വീടാണ് എന്നെ സംബന്ധിച്ച് ഈ ആശ്രമം. ഗുരുവിൻ്റെ ദർശനങ്ങൾ, സ്വാമിജിയുടെ ദർശനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും പിന്നീട് ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോഴുമൊക്കെ ഇവർ മഹാന്മാർ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. 21-ാം തീയതി 12 മണിക്ക് തളിപ്പറമ്പ് RDOയുടെ മുന്നിലാണ്, വരണാധികാരിയുടെ മുന്നിലാണ് നോമിനേഷൻ കൊടുക്കുന്നത്. ആ നോമിനേഷൻ കൊടുക്കുന്ന ചടങ്ങിലേക്കും വളരെ ലളിതമായ പരിപാടിയാണ്. അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.
കോൺഗ്രസ് നേതാക്കളായ MP ഉണ്ണികൃഷ്ണൻ, MK രാജൻ, VC നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K ജയരാജ്, EP ശ്യാമള, മധു എരമം, VC നാരായണൻ, രാഘവൻ, ആശ്രമം സെക്രട്ടറി ദാമോദരൻ, രഘു തായത്തുവയൽ, കണ്ണൻ തായത്തുവയൽ, AKP നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് സജിത് ലാൽ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ സിറ്റി സെന്ററിൽ നടന്ന ഈദ്ഗാഹിൽ നിരവധി പേർ പങ്കെടുത്തു. ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ സിറ്റി സെന്ററിൽ നടന്ന ഈദ്ഗാഹിന് മസ്ജിദുൽ റഹ്മ ഖത്തീബ് ഹാഫിസ് ഇസ്മായിൽ അസാഫ് നേതൃത്വം നൽകി. നിരവധി പേർ ഈദ്ഗാഹിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ടൗൺ പള്ളിയിൽ നിന്നും പെരുന്നാളിനോടനുബന്ധിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. പെരുന്നാളിനോടനുബന്ധിച്ച് പയ്യന്നൂർ ടൗൺ പള്ളിയിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. പയ്യന്നൂർ ടൗൺ പള്ളി ഇമാം സുബൈർ ദാരിമി അൽ ഖാസിമി പടന്ന വിതരണോദ്ഘാടനം നിർവഹിച്ചു. MDP ആഷിഖ്, KPD തങ്ങൾ, SKP അബ്ദുൽ ഖാദർ, MDP ഹുസൈന തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ പയ്യന്നൂർ താലൂക്ക് സമ്മേളനം K ബാലകൃഷ്ണൻ മാസ്റ്റർ നഗറിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ CIT ഹാളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. KSLU പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് C നളിനാക്ഷി അധ്യക്ഷയായി. ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായ ലൈബ്രറിയന്മാർക്കുള്ള അനുമോദനവും നൽകി. KSLU സംസ്ഥാന പ്രസിഡന്റ് E അനീഷ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, സരളാബായ് KR, KV പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടങ്കാളി കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രി ബ്രഹ്മശ്രീ പന്നിയോട്ടിലത്ത് മാധവൻ നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. പയ്യന്നൂർ കണ്ടങ്കാളി കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിൽ നവീകരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശ്രീകോവിൽ, ചുറ്റമ്പലം, ഭക്ഷണശാല തുടങ്ങിയ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. മാർച്ച് 20 മുതൽ 26 വരെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം നടക്കുന്നു. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടാലിൻകീട് റോഡ് ജംഗ്ഷനിൽ നിന്നും തന്ത്രി ബ്രഹ്മശ്രീ പന്നിയോട്ടിലത്ത് മാധവൻ നമ്പൂതിരിയെ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭജന, അക്ഷരശ്ലോകം, കഥകളി, ഓട്ടൻതുള്ളൽ, തിരുവാതിര തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികളും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാട്ടിൻപുറങ്ങളിൽ നിന്നും കാന്താരിമുളകും അരങ്ങൊഴിയുന്നു. കാന്താരിയുള്ളത് ഇപ്പോൾ വിപണിയിൽ മാത്രം. ഒരു കാലത്ത് വീട്ടുമുറ്റങ്ങളിൽ വരെ സുലഭമായിരുന്ന കാന്താരിമുളക് ഇന്ന് കിട്ടാക്കനിയാവുകയാണ്. യഥാർത്ഥ കാന്താരിമുളക് കാണണമെങ്കിൽ മലയോരങ്ങളിൽ ചെല്ലണം. പഴയ വീട്ടമ്മമാർ കറിക്കൂട്ടുകളിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് കാന്താരിയായിരുന്നു.
എന്നാൽ ഇന്ന് കാന്താരിയുടെ സ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചമുളക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇതോടെ കാന്താരിയുടെ സ്ഥാനം പടിക്കു പുറത്തായി. വലിപ്പത്തിൽ ചെറുപ്പമാണെങ്കിലും കാന്താരി എരിവിൽ വമ്പനാണ്. കൊളസ്ട്രോളും പ്രഷറും നിയന്ത്രിക്കാൻ ഇതിനുള്ള പ്രാധാന്യം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ കാന്താരിക്ക് ആവശ്യക്കാരും ഏറെയുണ്ട്. പക്ഷേ വില കേട്ടാൽ കണ്ണിൽ എരിവ് കയറും. കിലോയ്ക്ക് 700 രൂപ മുതൽ 900 രൂപ വരെയുണ്ട്. ഇത് പ്രധാനമായും എത്തുന്നത് വയനാട്ടിൽ നിന്നും മൈസൂരിൽ നിന്നുമാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ തായ്നേരി ശ്രീ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ തായ്നേരി ശ്രീ വിശ്വകർമ്മ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം പുരോഹിതർ ബ്രഹ്മശ്രീ രമേശൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നടന്നു. നടതുറക്കൽ, ദീപാരാധന, കലശസ്ഥാപനം, പുണ്യാഹം, സങ്കല്പപൂജ, കലശപൂജ, നവഗ്രഹ പൂജ, വാസ്തുഹോമം, മൂർത്തിഹോമം, പുരുഷസൂക്ത ജപം, മംഗളാരതി എന്നിവയോടുകൂടിയാണ് പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടന്നത്. തുടർന്ന് അന്നപ്രസാദ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുഞ്ചക്കാട് ചതുപ്പുനിലത്തിൽ തീപിടുത്തം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വിജയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പുഞ്ചക്കാട് ചതുപ്പുനിലത്ത് തീപിടുത്തം. 30 സെന്റ് സ്ഥലത്താണ് തീ പടർന്നത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വിജയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സേനാംഗങ്ങൾ നടത്തിയ ഇടപെടൽ മൂലം സമീപത്തുള്ള പറമ്പുകളിലേക്ക് അഗ്നിബാധ തടയാൻ സാധിച്ചു. വേനൽക്കാലമായതിനാൽ ഇത്തരം സംഭവങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറവിൽ വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച ശവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ നാടൊരുങ്ങിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഹന പരിശോധന കല്യാശ്ശേരി മണ്ഡലത്തിലും ശക്തമാക്കി. 50,000-ലധികം തുക യാത്രയിൽ കൈവശം വയ്ക്കാൻ മതിയായ രേഖയുണ്ടാകണം. വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളും മദ്യവും മയക്കുമരുന്നുമെല്ലാം പരിശോധനയിൽ പിടിച്ചെടുക്കും. പതിച്ചു നൽകി ഇല്ലാതാകുന്ന ചീമേനി എസ്റ്റേറ്റ്. 4714 ഏക്കറുണ്ടായിരുന്ന ഈ സർക്കാർ ഭൂമി ഇപ്പോൾ 1500 ഏക്കറിലെത്തി നിൽക്കുന്നു. ജനോപകാരപ്രദമായ ഒരു പദ്ധതികളും ഈ ഭൂമിയിൽ ആരംഭിച്ചിട്ടുമില്ല. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ചിറയ്ക്ക് സുരക്ഷാ വേലിയൊരുക്കി അധികൃതർ. ക്ഷേത്രച്ചിറയുടെ ചില ഭാഗങ്ങൾ വാഹനമിടിച്ച് തകർന്നിരുന്നു. ഈ പ്രദേശത്താണ് സുരക്ഷാ വേലി ഒരുക്കുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.